മമ്മീന ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യത്തെ പ്രോസസിംഗ് എന്ന് പറയുന്നത് നമുക്ക് ബീട്രൂട്ട് പൗഡർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ബീട്രൂട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബീട്രൂട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ അതിനുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്കൊന്ന് അത് വാഷ് ചെയ്തിട്ട് എടുക്കാം. ഫസ്റ്റ് വാഷ് ചെയ്ത വെള്ളം അത് ഇനിയിപ്പോൾ രണ്ടാമത്തെ വാഷെങ്കിലും അതിൽ കിട്ടിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്കും ഇനി വെള്ളം കറക്കും. ഒരുപാട് പ്രാവശ്യം വെള്ളം നിറം വെക്കുന്ന വരുമ്പോൾ ഇത് കഴുകും. എന്നതിന് ശേഷം അടുത്ത പ്രോസസ്സിംഗിലേക്ക് പോവുള്ളൂ. ഇനി ഇതും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് വാഷ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ ഒരു വ്യത്യാസം, വെള്ളത്തിന്റെ ചേഞ്ച് വേണ്ട. ഇനി അത് കഴിഞ്ഞിട്ട് തേർഡ് വാഷിലേക്കാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അതും കൂടി ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഫോർത്ത് വാഷാണ് കേട്ടോ. ഓരോ വാഷ് കഴിയുമ്പോഴും ഈ വെള്ളത്തിന്റെ കളർ കണ്ടറിയാം എന്തോരം ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത്. ഈ വെള്ളം ഇത് നിറച്ചിട്ട് ഈ വെള്ളത്തിൽ കുറച്ച് നേരം ഈ വെള്ളം അങ്ങനെ വെച്ചേക്കും സാധനം. എന്നിട്ട് മുക്കാൽ ഏറിയ ഒരു മണിക്കൂർ അതവിടെ ഇട്ടേക്കും. വെറുതെ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് കീടനാശിനി കടിക്കണമല്ലേ. അങ്ങനെ ഉപ്പും തൊട്ട് വെച്ചാൽ ചിലപ്പോൾ ഉപ്പ് അതിലേക്ക് പിടിക്കും. അതൊക്കെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമ്മൾ വെറുതെ നിങ്ങളോട് വെറുതെ ഞാൻ അതിട്ട് ഇതിട്ട് നിന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം അവിടെ ഒരു മണിക്കൂറോടെ ഇട്ട് എന്നതിന് ശേഷം ആ വെള്ളം മാറ്റി വേറെ വെള്ളത്തിലൊന്നും കൂടെ കഴുകും. കഴുകിയതിന് ശേഷമാണ് പിന്നെ ബാക്കി പ്രോസസ്സിങ് തുടങ്ങുന്നത്. ഇതിപ്പോൾ ഒരു മണിക്കൂറായി. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ആ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമ്മൾ അടുത്ത പ്രോസസ്സിങ്ങിൽ പീലിങ്ങിലേക്ക് കടക്കും. ഇത് കണ്ടോ, ഇതൊന്നും മണ്ണും പൊടിയും ചളിയൊന്നുമില്ല. നമ്മൾ പുതർത്തിയിട്ടപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വന്നതല്ലാണ്ട് വെള്ളം കണ്ടോ അതിൻ്റെ പൊടിയുള്ളൂ. കണ്ടോ കണ്ടോ വെള്ളം ക്ലിയറാ, ഒന്നുമില്ല. ലേശം ക്ലിയറായി സംഭവം. ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സാണ് പീലിന് കേട്ടോ. അപ്പോൾ ഈ വെള്ളം കൂടി നമുക്ക് ഒഴിവാക്കിയിട്ട് പീലിനിലേക്ക് പോവാം. ഇനി നമുക്ക് പീൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പീലിംഗ് ആണ്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം പീലിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് നോക്കണ്ട, ഞങ്ങൾക്ക് ഷോപ്പുണ്ട്. പടന്നിലല്ല കളരിക്കണ്ടിയാണ് ഞങ്ങളുടെ ഷോപ്പ്. ബാക്കി അമ്മ പറയും കേട്ടോ. നമ്മളെല്ലാം ഒരു ബിസിനസ് ചെയ്യാൻ എന്തൊക്കെ നിയമ നടപടികൾ വേണോ അത് മുഴുവനും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ആ ഷോപ്പ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് അത് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നെന്ന് മാത്രം. ഇവിടുന്ന് ക്ലീനിങ് പ്രോസസ്സിന് ഒറ്റ കഴിഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് എന്ത് ചെയ്യുന്നു, നേരെ ഷോപ്പ് കൊണ്ടുപോയി അവിടെ നിന്നാണ് ബാക്കി ഉണക്കുന്നതും പൊടിക്കുന്നതൊക്കെ ഷോപ്പിൽ നിന്നാണ്. ഓക്കെ, അപ്പം ആ രീതിക്കാണ് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് നേരെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് വിടുന്നു, ബാക്കി 2 സ്റ്റെപ്പ് അവിടെ നിന്ന് വേണം. വേണ്ട, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മള് ഇനിയത്തെ വീഡിയോ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇനിയിപ്പോൾ അടുത്ത പ്രോസസ്സിംഗ് ഉള്ളത് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങൾ മാത്രമേ ഇവിടുന്ന് ചെയ്യുള്ളൂ. മെയിൻ പ്രോസസ്സിംഗ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. മെയിൻ ആയിട്ട് ഇതിന്റെ ഗുണങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ രാവിലെ ജിമ്മിൽ പോകുമ്പോൾ കുടിക്കാൻ പറയും ട്രെയിനർമാരും. പക്ഷെ രാവിലെ നന്നാക്കി ഇത് മുറിച്ച് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാനും അതൊന്നും ചെയ്യലില്ല. ഇതാകുമ്പോൾ എന്താ പറയുക, ഞങ്ങൾ നല്ല വൃത്തി, ഞങ്ങൾക്കല്ല ഞങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വൃത്തിയാക്കി ഇത് പൗഡറായിട്ട് കിട്ടുമ്പോൾ രാവിലെ ഒരു സ്പൂൺ എടുത്ത് പാലിലോ വെള്ളത്തിലോ എങ്ങനെയാന്ന് വെച്ചാൽ കഴിക്കാം. ഇനി സൂപ്പ് വെച്ച് കഴിക്കണോ അങ്ങനെ കഴിക്കാം, എങ്ങനെ വെച്ചാൽ കഴിക്കാം. പിന്നെ ലിപ് ബാം ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം, പിന്നെ ഫേഷ്യൽ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം, അങ്ങനെ എന്തിനും യൂസ് ചെയ്യും. അപ്പൊ ഇനി നമ്മളിത് ഇങ്ങോട്ട് പീൽ ചെയ്തിട്ട് നമുക്കിനി ഉണക്കിയതിന് ശേഷം കാണാം. ഓക്കെ.